മറ്റാരുണ്ട് LDF അല്ലാതെ? നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. നമ്മളിവിടെ വർഗീയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ആ ഒരു രീതിയിലേക്ക് പോവരില്ല. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രചാരണ രംഗം വല്ലാത്തൊരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ 3 പേർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് എനിക്കൊപ്പമുള്ളത്. എന്താണ് പേര്? സഫീറ. എന്താണ് ഇത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമായ കാര്യം? വീട്ടിൽ വന്ന് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു. സ്ഥാനാർത്ഥിയും കൂടെ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് റോഡിലുണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് വോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. മുസ്ലിം കുട്ടിക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളത്, മുസ്ലിം വനിത നിയമസഭയിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്നുള്ള ആ ഒരു രീതിയാണ് അവർ ഉപയോഗിച്ചത്. വർഗീയത എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വർഗീയത വേണ്ട എന്നുള്ള ആ ഒരു ഇതിലാണ് ഇങ്ങനെ പരാതി കൊടുക്കാനുള്ള കാരണം. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? വീട്ടിൽ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥിയുടെ കൂടെ വീട്ടിലേക്ക് വന്ന ആളുകളല്ല, പുറത്ത് അവരുടെ കൂടെ തന്നെ ഇവരെ പ്രചരണത്തിന് ഇറങ്ങിയ കുറേ പേരുണ്ടായിരുന്നു. നമുക്ക് ആളെ ഒന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ഇവരെ കൂടെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ സംസാരിച്ചത് പുറത്തു നിന്നുള്ള ആളാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് നമുക്ക് കുട്ടിയെ വിജയിപ്പിക്കണം എന്നുള്ള, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത്. ഇത് ഏതാണ്ട് എത്ര ദിവസമായി? ഏകദേശം ഒരാഴ്ചക്ക് അടുത്തായി ഉണ്ടാവും. കഴിഞ്ഞ ശനിയാഴ്ചയോ മറ്റോ ആണ്. ഇപ്പോൾ ഈ വിവാദമായ സാഹചര്യത്തിൽ മാത്രമാണ് താങ്കൾ ഇത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതെന്താണ് ആ സാഹചര്യം? അവരാണ് ഈ കൗമ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത വേണ്ട എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം വർഗീയത ചെയ്യുന്നത് നമ്മളല്ല, അവർ തന്നെയാണ് എന്നുള്ളത് അറിയാം. കാരണം വർഗീയത നമ്മളിവിടെ വർഗീയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ആ ഒരു രീതിയിലേക്ക് പോവരില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ രാഷ്ട്രീയം വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവരില്ല. അപ്പോൾ ഇവർ കറക്റ്റ് വർഗീയത എന്നുള്ള ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ പരാതി നൽകിയത്? പാർട്ടി അറിയും. സ്ഥാനാർത്ഥി അറിയോ? ഇല്ല. TP രാമകൃഷ്ണൻ അറിയില്ല? അറിയില്ല. ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്? പരാതിയായി മുന്നോട്ട് പോവുകയാണ്. കാരണം വർഗീയത ആ ഒരു ഇതിലേക്ക് പോകാൻ പാടില്ലല്ലോ. വർഗീയത വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏതെങ്കിലും തരത്തിൽ തെളിവുകളൊക്കെ ചോദിച്ചിരുന്നോ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേരിട്ട് വന്ന അനുഭവമായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ നേരിട്ട് നമ്മളെടുത്ത് വന്ന് സംഭവം പറഞ്ഞതാണല്ലോ, ആ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമാണ് ദൃക്സാക്ഷി. ഈ മറ്റ് 2 പേർ കൂടിയുണ്ട്, അവരെ നേരിട്ട് അറിയുന്ന ആളുകളാണോ? ഇല്ല, അറിയില്ല. ഏതായാലും താൻ നേരിട്ട് അനുഭവിച്ച കാര്യമാണ് പരാതിയെ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി ഇത്തരം സംഭവം നടന്നിട്ട്, പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, പാർട്ടിയുടെ അറിവോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയത് എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തത്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.